നമസ്കാരം. എൻ്റെ പേര് മോസിൻ എന്നാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം, പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങാൻ കാരണം, ഞാൻ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ലൈഫിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെഡിറ്റേഷൻ ലൈഫ് അറിയാതെ തുടങ്ങി. ഇപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെതായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സും പഠിച്ചു. അതിനെ എല്ലാ വിധത്തിലും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനുള്ളത് ദൈവം അനുഗ്രഹിച്ച് തന്നു. അറിയാതെ തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെറ്റിയുടെ സെന്ററിൽ നമ്മുടെ ആത്മചൈതന്യം അനുഭവം ഫീൽ ചെയ്യും. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫീല് തുടങ്ങി. നമ്മുടെ നെറ്റിയുടെ സെന്ററിൽ ഉള്ളിൽ പൈനൽ ഗ്ലാൻഡ് എന്ന് പറയും. അത് മെഡിറ്റേഷൻ ചെയ്ത് പോകണമെങ്കിൽ അറിയാം. അല്ലാത്തൊരു വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മെയിനായിട്ട് ഈ ചാനൽ തുടങ്ങാൻ കാരണം, ഞാനിപ്പോൾ ഈ 6 വർഷമായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ പാത്ത്, ബ്രീത്തിങ്, സ്ട്രെച്ചിങ്, വ്യായാമം ചെയ്തില്ലെങ്കിൽ നമുക്ക് ടോട്ടലി ബോഡി, ഹാർട്ട്, നമുക്ക് മൈൻഡ് ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ മറ്റുള്ളവർക്കായിട്ടുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഞാനിത് തുടങ്ങാൻ കാരണം, അപ്പൊ ഈ മെഡിറ്റേഷൻ പാത്ത്, പ്രയറിലോട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ ഇറങ്ങിയിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു ഇപ്പോ. അപ്പോ ഇതുവരെ ഒരു ആയുർവേദിക്കോ അലോപ്പതിയോ ഹോമിയോ ഒരു വിധത്തിലുള്ള ഗുളികകളോ മരുന്നുകളോ ഒന്നും എനിക്കിതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനറിയാം, പുറത്തുള്ള എന്നോട് അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനറിയാം. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഈ പെർഫെക്റ്റ് ഹെൽത്ത് എന്നുള്ള ചാനൽ തുടങ്ങാൻ കാരണം. അപ്പോ ബാക്കിയെല്ലാം ഞാൻ വഴിയെ ഈ ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവരെയും വേണ്ടിയിട്ട് അറിയാൻ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു എൻ്റെ ലൈഫിൽ തന്നെ ഒരു കംപ്ലീറ്റ് ചേഞ്ച്, ടേണിംഗ് പോയിന്റ് തന്നെ പറയാം. ഈ ഒരു ഫീല് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തന്നെ എനിക്ക് അത് അനുഭവത്തിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് സ്വയം മനസ്സിലാകുന്നത്. അപ്പൊ അതേപോലെ മറ്റുള്ളവർക്കും ഇത് കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാവരിലേക്ക് എത്തുമ്പോൾ അവര് അത്ര പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, വെൽത്തി ആയിരിക്കും. അങ്ങനെ നോക്കി പോകുമ്പോൾ നമ്മളുടെ സമൂഹം വളരെ ബെറ്റർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി സ്നേഹമുള്ളവർക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ലൈക്കും കമന്റും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഇത് തന്നെ ഷെയർ ആയിക്കോളും. യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യും, സജസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നല്ല അറിവുകൾ, ഈ ആരോഗ്യപരമായിട്ടും ഈ എന്താ പറയാ നന്മപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. കാരണം നന്മയുള്ള ഭാവി നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോ പ്രയറുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാവിധ സ്നേഹവും, സപ്പോർട്ടിങ്, ഹെൽത്ത്, അതേപോലെ തന്നെ എല്ലാവിധ പ്രൊട്ടക്ഷൻ്റെതായിട്ടുള്ളതും ബ്ലെസ്സിങ്ങിൻ്റെതായിട്ടുള്ളതും ദൈവികമായിട്ടുള്ളതെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കാരണം അതനുസരിച്ച് പിന്നെ നമ്മളുടെ മൈൻഡിലും നല്ലതാണ് നമ്മൾ ഷെയർ ചെയ്തെന്നുള്ളതും നമ്മളിലേക്കും നല്ലതും അവരിലേക്കും നല്ല അറിവുകളും നല്ലതും എല്ലാം സംഭവിക്കും. അപ്പോ എല്ലാ വിധത്തിലും എല്ലാവരുടെയും ഭാവി നല്ലതായിട്ട് വരും. അപ്പോ മാക്സിമം ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതും എല്ലാ വിധത്തിലുള്ള ഗുണങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാം.
മാക്സിമം നമ്മളിലേക്ക് നല്ലത് വരും. അപ്പോൾ ഇത് നമുക്ക് ഈ ചാനലിൽ എന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും വന്നു ചേരും. മെയിനായിട്ടുള്ള കാരണം ഞാനിപ്പോൾ അത്രയും ദൈവാനുഗ്രഹം കാരണം എല്ലാവിധ ദൈവ സംരക്ഷണവും സ്നേഹവും ക്ഷമയും അനുഗ്രഹങ്ങളും ശക്തിയും അതേപോലെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ 6 വർഷമായിട്ട് ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മരുന്നോ ആയുർവേദം ഞാൻ പറഞ്ഞില്ല, ഒരു വിധത്തിലുള്ള മരുന്ന് എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ടാബ്ലറ്റും ഇതുവരെ ഈ 6 വർഷം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നിമിഷം വരെ എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോ ഞാൻ മഴ കൊള്ളുന്ന ആളാണ്. മഴ കൊള്ളാൻ പറ്റുന്ന സമയം ഫുള്ള് മഴ കൊള്ളും, വെയിൽ കൊള്ളും. അതേപോലെ ഈ നമുക്ക് മഴ കൊള്ളുന്നതിലും വെയിൽ കൊള്ളുന്നതിലും ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇനിയിപ്പോ നെഗറ്റീവായിട്ട് പറയാനില്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ആയുർവേദിക് ഞാനിപ്പോ കൂടുതൽ ലെങ്തിയാക്കുന്നില്ല, ബാക്കി ഞാൻ വഴിയെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളും എല്ലാവിധം ആയിട്ടുള്ള എൻ്റെ ജീവിത എക്സ്പീരിയൻസുകൾ ബെറ്ററായിട്ട് എല്ലാ വിധത്തിലും പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് ആയിട്ട് പോകാനുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.